ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ അരുവിക്കര ഡാം കാണാൻ പോയാലോ. അവിടെ നമുക്ക് വേണ്ടി ഒരാൾ വെയിറ്റിംഗ് ആണ്. ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ സ്വന്തം റാംചേട്ടൻ. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഞാൻ ഇങ്ങനെ പുറകെ ഇങ്ങനെ നടന്നാൽ മാത്രം മതി. ഏട്ടൻ പിന്നെ കാല് കഴുകാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡാമിൽ വന്നാണ് കാല് കഴുകിയത്. പിന്നെ പിള്ളേർക്ക് ഇവിടെ ഈ പാർക്കും എല്ലാം ഉള്ളതുകൊണ്ട് അവരെല്ലാം അതിൽ ഭയങ്കര എൻജോയ്മെൻറ്റിൽ നടക്കുകയാണ്. ഡാമിൻ്റെ അടുത്തായിട്ട് ഒരു അമ്പലം കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കാൻ അത്രയും അടിപൊളിയാണ്. ഈ സൗണ്ടും പച്ചപ്പും എല്ലാം സൂപ്പർ. അവിടെ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചേട്ടനോടൊപ്പം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഗെയിമൊക്കെ കളിച്ച് കിട്ടിയ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് അച്ചാറിട്ട് വെക്കാൻ ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്. പിന്നെ റാംചേട്ടൻ്റെ കയ്യിൽ ഒരു മഹാദേവൻ്റെ ടാറ്റു ഉണ്ട്. ഞാൻ ഏട്ടനായിട്ട് കയ്യിലൊക്കെ ടാറ്റു അടിക്കണമെന്ന് പറയും, പക്ഷേ ആൾക്ക് അത്ര താല്പര്യമില്ല ടാറ്റു ഒന്ന് അടിക്കാനായിട്ട്. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു മലയുടെ നടുക്ക് കൂടെയിട്ട് ഒരു 1.5 കിലോമീറ്റർ നടക്കാണ്. നമ്മൾ ചുമ്മാ ചുറ്റിക്കിറങ്ങി നേരെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. ഷുഗർ കട്ടാണ്, ഓയിൽ കട്ടാണെന്നൊക്കെ പറഞ്ഞ് ഫുഡ് കാണാൻ നിർത്തി എല്ലാ കട്ടും നിർത്തുന്ന ഒരാളാണ് നമ്മുടെ റാംചേട്ടൻ. അങ്ങനെ പാനിപ്പൂരി അങ്ങനെ പിന്നെ വേറെ കുറേ എന്തൊക്കെയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കോളിഫ്ലവർ ബജിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ കുലുക്കി സർബത്തടിക്കാൻ കയറി. അവിടെ ചെന്നപ്പോഴത്തേക്കും ആ കടയിലാണെങ്കിൽ കറണ്ട് പോലും ഇല്ല. പിന്നെ നമ്മൾ ഫ്ലാഷ് ലൈറ്റിലാണ് ഈ മാതിരി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുലുക്കിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയുന്നത് ഏട്ടൻ്റെ ഫേസിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അത്രയും സൂപ്പറായിരുന്നു. പിന്നെ റാംചേട്ടനും കുലുക്കിയൊക്കെ അടിച്ച ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് പോണ വഴി റോഡിലൊക്കെ ഭയങ്കര ആൾക്കൂട്ടം. കാര്യം ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു ലേഡി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളതൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി.